ഗോകുൽ, ഒരു വലിയ നടൻ്റെ വിയോഗമാണ്. ഇ എ രാജേന്ദ്രൻ മരിച്ചു എന്നറിയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ മനുഷ്യൻ എങ്ങനെയാണ് പലപ്പോഴും മണിക്കൂറുകളോളം എന്നോട് സംസാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു ടെലിവിഷൻ സീരിയലേ നിർമ്മിച്ചിട്ടുള്ളൂ. ആ സീരിയലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഇ എ രാജേന്ദ്രൻ ചെയ്തതിന് ശേഷം എൻ്റെ കുടുംബവുമായും കുറച്ച് കൂടുതൽ അടുത്തു ഇ എ രാജേന്ദ്രൻ. അതിനുശേഷം അദ്ദേഹം കുറേ അധികം തമാശ പറയാനും അഭിനയത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമായിരുന്നില്ല, എപ്പോഴും വിളിക്കുമായിരുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലും ഒക്കെ പഠിച്ച് പുറത്തിറങ്ങിയ അദ്ദേഹം ഗ്രീഷ്മം എന്ന ചിത്രത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചത്. അത് 1981 ആ കാലത്തിന് ശേഷം ഒരുപാട് നല്ല ചിത്രങ്ങൾ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. തീർച്ചയായും എസ് കെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ, നാടകത്തിൽ, ടെലിഫിലിമിൽ, ഒപ്പം മിനി സ്ക്രീനിൽ, സീരിയലിൽ, അങ്ങനെ അഭിനയത്തിൻ്റെ സമസ്ത മേഖലകളിലും അല്ലെങ്കിൽ കലാപ്രകടനത്തിൻ്റെ അഭിനയ സാധ്യതകളുടെ സകല മേഖലകളിലും ഒരുപോലെ കയ്യൊപ്പ് പതിപ്പിച്ച അല്ലെങ്കിൽ ഒരേപോലെ മെയ്വഴക്കമുണ്ടായിരുന്ന ഒരു കലാകാരനാണ് നഷ്ടമാകുന്നത്. നമ്മൾ പലരും നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും വിട്ടുപോയവരുമായി ഒരുപാട് പേരുണ്ട്. പക്ഷേ എപ്പോഴും ഈ പല മീഡിയത്തിലും ഒരേ സമയത്ത് തന്നെ മെയ്വഴക്കത്തോടു കൂടി, എന്നാൽ ആ മാധ്യമത്തിൻ്റെ എല്ലാ മര്യാദകളോടുകൂടി അതിലൊന്നും അതിഭാവത്വം കലരാതെ അല്ലെങ്കിൽ അതിന് കൃത്യമായ മീറ്ററിൽ അഭിനയിക്കാൻ കഴിയുക എന്നത് അങ്ങേയറ്റം അത്ഭുതകരമായ ഒരു കാര്യം കൂടിയാണ്. അത് സമർത്ഥമായി സാധ്യമാക്കിയ ആളാണ് ഇ എ രാജേന്ദ്രൻ. നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ എസ് കെ പറഞ്ഞ വി ആർ ഗോപിനാഥിൻ്റെ ഗ്രീഷ്മം 1981 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മായി ബന്ധപ്പെട്ടാണ് ആ ചിത്രം ഇറങ്ങുന്നത്. ആദ്യ സിനിമ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ വി ആർ ഗോപിനാഥിൻ്റെ ആ സിനിമ. പക്ഷേ നമ്മളിപ്പോഴും ഓർക്കുന്ന, നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ അല്പം മുമ്പ് കൂടി കണ്ടതാണ്, കളിയാട്ടത്തിലെ കഥാപാത്രം. കളിയാട്ടത്തിൽ മാത്രമല്ല, ജയരാജിൻ്റെ മറ്റ് സിനിമകളിൽ, സ്നേഹത്തിലടക്കം ജയരാജിൻ്റെ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരേ സമയം നാടകത്തിലും സിനിമയിലും സജീവമായി. നാടകത്തിൽ തന്നെ സംവിധാനത്തിലേക്ക് കൂടി അദ്ദേഹം കടന്നിരുന്നു. ഒപ്പം മുമ്പ് സൂചിപ്പിച്ചതാണ്, ONV കുറിപ്പിൻ്റെ ഗാനങ്ങൾ, നാടക ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ദൃശ്യം വൽക്കരിച്ച അല്ലെങ്കിൽ ദൃശ്യഭാഷ നൽകിയ നാടക കലാകാരൻ കൂടിയാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ്, 5 വർഷം മുമ്പാണ് അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുന്ന വേളയിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഒരു കോവിഡ് കാലമായിരുന്നു. അന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്, എൻ്റെ ഈ പുരസ്കാരം, എനിക്ക് ലഭിക്കുന്ന ഈ പുരസ്കാരം നാടകത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച എല്ലാ കലാകാരന്മാർക്കുമായി സമർപ്പിക്കുന്നു. തൻ്റെ ഒരു നാടക ജീവിതത്തെ പറ്റിയൊക്കെ വലിയ വാചാലനാകുന്നതിനപ്പുറത്തേക്ക് നാടക പ്രവർത്തനത്തെ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു കലാകാരനാണ് വിടവാങ്ങുന്നത്. മുമ്പ് എസ് കെ സൂചിപ്പിച്ച പോലെ പ്രൊഫഷണൽ നാടകവേദിക്ക് വലിയ സംഭാവന നൽകി. ആ പ്രൊഫഷണൽ നാടകവേദികൾ സീരിയൽ കാലത്ത് അങ്ങനെ നിറം മങ്ങിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്തിയ ഒരുപാട് പേർക്ക് അന്നം നൽകിയ ഒരു കലാകാരൻ കൂടിയാണ്. അത്തരത്തിൽ നാടകവേദിയുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളെ ചേർത്ത് പിടിച്ച ഒരു കലാകാരൻ കൂടിയാണ് വിടവാങ്ങുന്നത്. ഇത്തരത്തിൽ മുമ്പ് പറഞ്ഞ ഡൽഹിയിലെ നാടക പ്രവർത്തന കാലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പോലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നതാണ് നമുക്ക് അറിയാവുന്നത്. അങ്ങനെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊഡക്ഷനുകൾ അക്കാലത്ത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ നേതാക്കളായാലും സാംസ്കാരിക പ്രവർത്തകരായാലും എഴുത്തുകാരൊക്കെയും അവിടെ കാഴ്ചക്കാരായി എത്തുമായിരുന്നു. അങ്ങനെ ഇ എ രാജേന്ദ്രൻ്റെ പ്രകടനം, നാടകവേദിയിലെ പ്രകടനം ഇന്ദിരാഗാന്ധിയുടെ പോലും ശ്രദ്ധയിൽ വന്നിരുന്നു എന്ന് പറയുന്നു. ഇബ്രാഹിം അൽക്കാസിയെ പോലെയുള്ള ലോകപ്രശസ്ത നാടക സംവിധായകരുടെ കളരിയിലാണ് അദ്ദേഹം വളർന്നത്. സ്വാഭാവികമായും അവിടെ നിന്ന് പഠിച്ച പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് അഭിനയ ജീവിതത്തിൽ എമ്പാടും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ ഏതാണ്ട് 60-ലധികം ചിത്രങ്ങൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ടെലിവിഷനിൽ വളരെ സജീവമായിരുന്നു ഇ എ രാജേന്ദ്രൻ. അദ്ദേഹത്തിന് ടെലിവിഷനെന്നോ നാടകമെന്നോ സിനിമയെന്നോ വ്യത്യാസമില്ലാതെ എവിടെ പോയാലും അഭിനയിക്കുക. ഒരു സംവിധായകനായി മാറുമ്പോഴും അഭിനയമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നടൻ്റെ അംഗീകാരം അദ്ദേഹത്തിനെ തേടിയെത്തുമ്പോഴും ഒരു സംവിധായകൻ്റെ മേലങ്കി അണിയുമ്പോഴും ഒക്കെ തന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു ഇ എ രാജേന്ദ്രൻ ജീവിച്ചത്. സിനിമയിലെ പളവളപ്പുകളോ സിനിമയുടെ പത്രാസുകളോ ഒന്നും സ്വാധീനിക്കാത്ത അടിമുടി നാടക പ്രവർത്തകനായിരുന്നു ഇ എ രാജേന്ദ്രൻ. എപ്പോഴും അദ്ദേഹം പ്രൊഫഷണൽ നാടക ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്കറിയാം, കൊല്ലമാണ് ഈ പ്രൊഫഷണൽ നാടക ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട്. ആ ലൊക്കേഷനിൽ നിന്ന് അദ്ദേഹം ലോകത്തോട് സംസാരിക്കുമ്പോൾ ഈ അസംഖ്യം നാടക കലാകാരന്മാർ ബുദ്ധിമുട്ടുന്നതും ദാരിദ്ര്യത്തിലേക്ക് അവർ മുഖം കുത്തി വീഴുന്നതും ഒക്കെ തന്നെ അദ്ദേഹത്തിന് എന്നും വേദനയായിരുന്നു. കാരണം നാടകവണ്ടികളുടെ ചീറിപ്പായുന്ന ഒരു കാലം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം നാടകത്തിന് അരങ്ങൊഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ നാടക ലോകത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന കുറേയേറെ കലാകാരന്മാരായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇ എ രാജേന്ദ്രനെ വളരെ അടുത്തറിയാവുന്ന സന്ധ്യ രാജേന്ദ്രനൊപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുകയൊക്കെ ചെയ്ത പ്രശസ്ത സംവിധായകൻ ശ്യാമപ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം നമുക്കറിയാവുന്ന ഇ എ രാജേന്ദ്രൻ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. താങ്കൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തെ നോക്കിക്കാണുന്നത്? അതെ എസ് കെ, അത് ഒരു കുടുംബ സുഹൃത്തായിരുന്നു.
അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യയോടൊപ്പമുള്ള ഒന്നിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു, ഒന്നിച്ച് പഠിച്ചവരാണ് എന്നുള്ളതിലപ്പുറം തൃശ്ശൂരിലുള്ള നാടക പ്രവർത്തന രംഗത്ത് ആ സമയത്ത് തന്നെ എന്നുവെച്ചാൽ 80കളുടെ തുടക്കം മുതൽ ഡ്രാമ സ്കൂളിൽ നിന്നും രാജേന്ദ്രൻ ബിരുദം നേടി പുറത്തു വന്ന ശേഷം തൃശ്ശൂരിൽ വളരെ സജീവമായിട്ട് നാടക പ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. മാത്രമല്ല ഒരു വലിയ സഹൃദയനായിരുന്നു ഡ്രാമ സ്കൂളിലെ എല്ലാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും. തുടർന്നും അദ്ദേഹത്തിന് ഈ ടെലിവിഷൻ രംഗത്തും അതുപോലെ നാടക രംഗത്തും ഈ പല ക്ലാസിക്കുകളുടെയും അഡാപ്റ്റേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് കാളിദാസ കലാകേന്ദ്രത്തിന്റെ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുക, അങ്ങനെ വളരെ വളരെ സജീവമായിട്ടുള്ള ഒരു ഉത്സാഹിയായിട്ടുള്ള ഒരാളായിരുന്നു. അതിനപ്പുറം ഒരു വളരെ സജീവമായിട്ടൊരു കർഷകനായിരുന്നു രാജേന്ദ്രൻ. തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. കുറച്ചു കാലമായിട്ട് അദ്ദേഹം അസുഖമായി കിടക്കുകയായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ വലിയൊരു ഷോക്ക് അല്ല, എന്നാലും സന്ധ്യ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു വലിയ ദുഃഖമായിട്ട് മാറുകയാണ്. ഓക്കെ, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാമപ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിയായിരുന്നു ഒരു കാലത്ത് ശ്യാമപ്രസാദ്. അപ്പം ശ്യാമപ്രസാദിൻ്റെയൊക്കെ രഞ്ജിത്തിൻ്റെയൊക്കെ സഹപാഠിയായിരുന്നു ഈ സന്ധ്യയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവരുടെ ഒരു ഫാമിലി നെറ്റ്വർക്കിലേക്ക് രാജേന്ദ്രൻ വന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. കുറച്ചു കാലമായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു. പ്രമേഹം കടുത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നു. അദ്ദേഹം കൊല്ലത്തെ മെട്രിന ഹോസ്പിറ്റലിലാണ് അന്ത്യം സംഭവിച്ചെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലിടത്ത ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ തുടങ്ങി കുറച്ചധികം നല്ല സിനിമകളിൽ അഭിനയിച്ചു. ക്യാരക്ടർ റോളിൽ വന്നിട്ടുണ്ട്, ഹാസ്യ റോളുകളിൽ വന്നിട്ടുണ്ട്, വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ടൈപ്പ് വേഷങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയൊക്കെ തന്നെ ഒരിക്കൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ അതേപോലെയുള്ള ഒരാൾ എവിടെയോ കണ്ടു മറന്നതുപോലെ എന്ന് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ ചെയ്യുന്ന കണ്ടാൽ. മാത്രമല്ല നല്ല നാടകങ്ങൾ സംവിധാനം ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു സംവിധായകൻ്റെ മേലെങ്കിലും തനിക്ക് നന്നായി ഇണങ്ങും എന്ന് കുറച്ചധികം നല്ല നാടകങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പശ്ചാത്തലമാണോ എന്നറിയില്ല, അദ്ദേഹം എപ്പോഴും നാടകത്തെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. നാടക ലോകം വല്ലാത്ത വെല്ലുവിളികൾ നേരിടുമ്പോഴും നാടകരംഗത്തെ കലാകാരന്മാർക്കും അതുപോലെ കാളിദാസ കലാകേന്ദ്രത്തിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിനിടയിലാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്കും അതുപോലെ പറ്റുമ്പോഴൊക്കെ ടെലിവിഷൻ രംഗത്തേക്കും ഒക്കെ സജീവ സാന്നിധ്യമായി മാറിയത്. ഒരുപാട് പരമ്പരകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടു. കെ രാജീവിൻ്റെ പരമ്പരകളിലൊക്കെ തന്നെ വളരെ സജീവമായ സാന്നിധ്യമായി അദ്ദേഹം മാറി. മാത്രമല്ല രാജീവ് സീരിയൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ വേഷമറിയാതെ ഓടിയെത്തുന്ന നടനായിരുന്നു അദ്ദേഹം. അല്ലാത്ത അദ്ദേഹത്തിനെ വിളിക്കണമെന്നൊന്നുമില്ല, അദ്ദേഹം അങ്ങ് എത്തും. കഥയിലെ രാജകുമാരി എന്നുള്ള ഞാൻ നിർമ്മിച്ച പരമ്പരയിലും അതായിരുന്നു. അദ്ദേഹം നേരത്തെ വന്ന് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വേഷം എഴുതുന്നതിന് മുമ്പേ തന്നെ രാജേന്ദ്രൻ അഭിനയിക്കാനായി എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്ര നല്ലൊരു ബന്ധം ഈ ടെലിവിഷൻ രംഗവുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ തന്നെ 24-ൻ്റെയും ഒക്കെ വളർച്ചയിലൊക്കെ അദ്ദേഹത്തിന് വലിയ അഭിമാനമായിരുന്നു. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് എപ്പോഴൊക്കെ അദ്ദേഹത്തിന് എന്തിനെല്ലാം വിളിച്ചോ അതിനൊക്കെ എത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എനിക്ക് ഈ കൊല്ലത്തെ പട്ടത്താനത്തെ വസതിയിൽ നമ്മുടെ പ്രതിനിധി സൂര്യഗായത്രി ഉണ്ട്. സംസ്കാരം നാളെ തൃശ്ശൂരിലെ തൃത്തല്ലൂരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂര്യഗായത്രി, ഇന്ന് മൃതദേഹം 9 മണിയോടെ പട്ടത്താനത്തെ വീട്ടിലെത്തിക്കും. പട്ടത്താനത്ത് തന്നെയുള്ള കാളിദാസ കലാകേന്ദ്രത്തിൽ പൊതുദർശനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബ വീട് അവിടെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് കാളിദാസ കലാകേന്ദ്രത്തിലെ പൊതുദർശനം. ഇന്ന് വൈകുന്നേരം തൃശ്ശൂരിലെ തൃത്തല്ലൂരിലെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും. അതുപോലെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ അയ്യപ്പൻ്റെയൊക്കെ അടുത്ത ബന്ധുവാണ് ഈ രാജേന്ദ്രൻ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പട്ടത്താനത്തെ വസതിയിൽ നിന്ന് സൂര്യഗായത്രി കൂടി ചേരുകയാണ്. സൂര്യഗായത്രി, നമുക്കൊരു വളരെ ഒരു കുടുംബ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവമാണ് ഈ രാജേന്ദ്രൻ്റെ വിയോഗം മൂലം ഉണ്ടായിരിക്കുന്നത്. എസ്കെൻ, നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇന്നലെ രാത്രി 9:30 വരെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഭിനയ രംഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് അദ്ദേഹം ഈ വീട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. കരൾ സംബന്ധമായ അവശനില ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും തൻ്റെ അഭിനയ ജീവിതത്തെ ബാധിക്കരുത് എന്നുള്ള നിർബന്ധമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു രാജേന്ദ്രൻ എന്നുള്ളതാണ്. സൂര്യ TV-യിലെ കന്യാദാനം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയായിരുന്നു. അതിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വരെ അതിൻ്റെ
സീരിയലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞ രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതായിരുന്നു. രാത്രി 12 മണിയോടുകൂടി വലിയ മോശം അവസ്ഥയാവുന്നു. ആരോഗ്യാവസ്ഥ തീരെ മോശമായതിനെ തുടർന്നാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചതെന്നുള്ളതാണ് ബന്ധുക്കളുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് മെഡിട്രേൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിട്രേൻ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. 9 മണിയോടുകൂടി പട്ടത്താനത്തെ വീട്ടിലേക്ക്, കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവരും. തുടർന്ന് പൊതുദർശനം ഈ വീട്ടിലായിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷം കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം ഉണ്ടാകും. നിലവിലിപ്പോൾ ഈ പട്ടത്താനത്തെ കുടുംബ വീട്ടിലേക്ക് അദ്ദേഹത്തിനെ പരിചയമുള്ള ബന്ധുക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടത് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന കന്യാദാനം എന്ന സൂര്യ TV സീരിയലിലെ മറ്റ് അണിയറ പ്രവർത്തകരെയാണ്. അവർ തന്നെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അത്രത്തോളം ആത്മബന്ധം എല്ലാവരുമായിട്ട് പുലർത്തിപ്പോന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനുമുപരി അഭിനയത്തെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രാജേന്ദ്രൻ. നമുക്കറിയാം, സീരിയലിലൂടെയും സിനിമകളിലൂടെയുമാണ് മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹം ഏറെ സുപരിചിതനായിട്ട് മാറിയതെങ്കിലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടക നടനായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹത്തെ പറയാനും അങ്ങനെ തന്നെ അറിയപ്പെടാനുമായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം ആഗ്രഹിച്ചത് എന്നത് കൂടി എടുത്തു പറയണം. നാടക രംഗം വലിയ തളർച്ചയിലേക്കൊരു പോകുന്ന സാഹചര്യത്തിലും അതിനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നേതായിട്ടുള്ള എല്ലാ രീതികളിലും പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു എ രാജേന്ദ്രൻ എന്നത് കൂടി എടുത്തു പറയണം. അവസാന നാൾ വരെയും നാടകരംഗത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നൊക്കെയുള്ള പലരും ഈ വിയോഗ വാർത്ത അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലാണെന്നുള്ളതാണ്. പലരും നിറകണ്ണുകളോടെയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. കാരണം ഇന്നലെ രാത്രി വരെയും ഈ അദ്ദേഹം സീരിയൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏറെ നാളായിട്ട് ഈ കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു വിയോഗം സംഭവിക്കും എന്നുള്ളത് അപ്രതീക്ഷിതം തന്നെയായിരുന്നു. അത് ആർക്കും അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ബന്ധുക്കൾക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സീരിയലിലെ അണിയറ പ്രവർത്തകർക്ക് അത് അത്രത്തോളം അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ തന്നെ നമ്മളോട് സംസാരിച്ചത് വളരെ ഊർജ്ജസ്വലനായിട്ട് കഴിഞ്ഞ ദിവസം വരെയും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സീരിയൽ സംബന്ധിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും തങ്ങളുടെ കൂടെ നിന്ന് പറഞ്ഞു തന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി അവരോടത് സംസാരിച്ചതിന് ശേഷം മടങ്ങുന്നു. പിന്നീട് രാത്രിയോടെ ഈ വിയോഗ വാർത്ത അറിയുമ്പോൾ എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചത് എന്നത് കൃത്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സങ്കടം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റ് ഈ ചടങ്ങുകൾ സംബന്ധിച്ചുള്ള സമയം ഇതുവരെയും ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം കാളിദാസ കലാകേന്ദ്രത്തിൽ പൊതുദർശനം ഉണ്ടാകും. അത് വൈകിട്ടോടുകൂടി തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ ജന്മ വീട്ടിലേക്ക് കൊണ്ടുപോകും. മറ്റ് പൊതുദർശനവും സംസ്കാര ചടങ്ങുകളുമൊക്കെ തൃശ്ശൂരിൽ വെച്ചാണ് ഉണ്ടാവുക. സംസ്കാരം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ സമയവും തീരുമാനിച്ചിട്ടില്ല. സൂര്യഗായത്രിയാണ് കൊല്ലത്തെ പട്ടത്താനത്തെ വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. സംസ്കാരം നാളെ നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എക്സാക്ട് സമയം ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം. മെട്രിന ഹോസ്പിറ്റൽ കൊല്ലം, അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ച